സോ യെസ്, മൊറോക്കോ വേഴ്സസ് ബ്രസീൽ മാച്ച്. എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ ഒരു ഫസ്റ്റ് ബിഗ് മാച്ചാണ് നമ്മൾ കണ്ടത്. കണ്ടു നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നൊരു മാച്ചായിരുന്നു. കാരണം മിഡ്ഫീൽഡിൽ കടന്ന് ബോളിങ്ങിന് തിരിയാണ്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആ ഒരു ക്യൂരിയോസിറ്റി വരും, ആരിനി ഗോൾ അടിക്കും എന്നുള്ളത്. സോ ഫസ്റ്റ് തന്നെ ഐ ജസ്റ്റ് ആസ്ക് ലൈക്ക് ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ദ മാച്ച്? എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച് കണ്ടിരിക്കുമ്പോൾ? എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്കം ആ മാച്ചിൽ നിന്ന് കിട്ടിയോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു കളീൻ്റെ മുന്നേ നമ്മളൊരു ഇരുത്തായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ഈ കളി കാണുന്നതിന് ഉറക്കം കളയുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഉറക്കം ഓക്കെ. പക്ഷെ അതായത് ആളുകൾ പറയുന്നതും അത് അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആളുകൾ പറയുന്നതും അതാണ്. അതായത് ഈ ഒരു മത്സരം അത്രയും ഇൻറ്റൻസിറ്റി ആയിരിക്കും. മൊറോക്കോയുടെ ഒരു കടം വീട്ടാനുണ്ട് ബ്രസീലിൽ. കഴിഞ്ഞൊരു സൗഹൃദ മത്സരത്തിൻ്റെ കടം വീട്ടാനുണ്ട്. മൊറോക്കോയുടെ കളിയെ പറ്റി നമ്മൾ കുറച്ച് കാര്യമായിട്ട് സംസാരിച്ചപ്പോൾ ആളുകൾ പറയുന്നത് ഇതൊക്കെ തിരുത്തി പറയുന്നൊരു മത്സരമായിരിക്കും ഇതെന്നുള്ളതാണ്. പക്ഷേ മത്സരം കഴിഞ്ഞപ്പോൾ ബേസിക്കലി നേരെ തിരിഞ്ഞു. അതായത് മൊറോക്കോ നന്നായി കളിച്ചു, ബ്രസീൽ അതിനെ പ്രതിരോധിച്ചു എന്നുള്ള നിലക്കായി. അത് നമ്മൾ സാധാരണ എപ്പോഴും ബ്രസീൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ബ്രസീലായിരുന്നു ആ ഒരു കളിയിലെ ബെസ്റ്റ് ആവാറ്. അല്ലെങ്കിൽ ബ്രസീൽ നന്നായി കളിച്ചു, മറ്റുള്ളവർ അതിനെ പ്രതിരോധിച്ചു എന്ന് പറയരുത്. പക്ഷേ ഈ ഒരു മത്സരം ബേസിക്കലി നേരെ തിരിഞ്ഞു. അതായത് ഏറ്റവും നന്നായി കളിച്ചത് മൊറോക്കോയും അതിനെ പ്രതിരോധിച്ചത് ബ്രസീലുമായി മാറി എന്നുള്ളത്. അതായത് ബ്രസീലിൻ്റെ മേലെ ഒരു ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് മിഡ്ഫീൽഡ്, നേരത്തെ പറഞ്ഞ തന്നെ മിഡ്ഫീൽഡിൽ ഒരു ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ മൊറോക്കോയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് അയ്യൂബിൻ്റെ പേരാണ്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു പോയൊരു പേരാണ്. ഒരു 18കാരൻ എന്നതിലപ്പുറത്തേക്ക് ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിൻ്റെ ക്വാളിറ്റി കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ടാലൻ്റ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആണെന്നുള്ള എല്ലാ അടയാളങ്ങളും കാണിക്കുന്ന ഒരു താരമാണ് അയ്യൂബിനെ നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഈ ഒരു മത്സരത്തിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് റയൽ മാഡ്രിഡ് വേഴ്സസ് ലില്ലെ മാച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ, 2024 സീസണിൽ. ആ മത്സരത്തിൽ ഒരു ഗോളിൽ ലില്ലെ ജയിച്ചൊരു മത്സരമാണ്. പക്ഷെ ആ ഒരു മത്സരത്തിൽ പോലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്തൊരു പേരാണ്. കാരണം അന്ന് അയ്യൂബിന് ഒരു 17 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 17 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം. അപ്പോൾ ഒരു 2024 ഒരു 17 വയസ്സ് പ്രായമുള്ള ഒരു പ്ലെയർ അന്ന് റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീമിനെതിരെ മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അന്ന് തന്നെ ആളുകൾ ഈ ഒരു പ്ലെയറുടെ ക്വാളിറ്റി അസസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് പക്ഷേ അയ്യൂബ് ഒരു ഫ്രഞ്ച് താരമാണ്. ആളൊരിക്കലും ഒരു ലോകകപ്പ് ടീമിലേക്ക് കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡ് അത്രയും ടൈറ്റ് പാക്ഡ് ആയിരുന്നു. ഷോമെനി, കമാവിങ്ങ, എങ്കോളോ കാൻഡെ, അങ്ങനെ അഡ്രിയാൻ റാബിയോട്ട്, ഒരുപാട് പേരുകളുണ്ടായിരുന്നു. ഈ ഒരു പേരുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു താരത്തിൻ്റെ സാധ്യതകൾ നമ്മൾ അങ്ങനെ കൽപ്പിച്ചിട്ടിരുന്നില്ല. പക്ഷേ ആളുടെ ഒരു വൈസ് ഡിസിഷൻ എടുക്കുന്നു. ഞാൻ നാഷണാലിറ്റി സ്വിച്ച് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു, മൊറോക്കോയിലേക്ക് പോകുന്നു. കേവലം എനിക്ക് തോന്നുന്നത് 4-മത്തെയോ 5-മത്തെയോ മത്സരമായിരിക്കും ഒരു സീനിയർ ടീമിൻ്റെ കൂടെ. വേൾഡ് കപ്പ് ഡെബ്യൂ മാച്ചാണ്. ഇത്തരത്തിലൊരു വലിയ പ്രഷർ സിറ്റുവേഷനിൽ സ്റ്റാർട്ടിങ് 11 അവസരം കിട്ടിയിട്ട് നമ്മൾ പറയാം കാസമീറോയും ബ്രൂണോ ഗൊമേറസും നയിക്കുന്ന ഒരു മിഡ്ഫീൽഡിൻ്റെ മേലെ ഡോമിനേറ്റ് ചെയ്യാൻ ആളെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മൊറോക്കോയെ ഈ മത്സരത്തിൽ വിജയിപ്പിച്ചത്. ഞാൻ ഈ സമനില എന്നുള്ള പ്രത്യേകിച്ച് മൊറോക്കോ ഈ മത്സരം ബേസിക്കലി വിജയിച്ചിരിക്കുകയാണ്. ബ്രസീൽ പോലത്തെ ഒരു ടീമിനെതിരെ ഇത്രയും വലിയൊരു സ്റ്റേജിൽ നന്നായി കളിച്ചു എന്നുള്ളതിൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് സ്വന്തമാക്കി എന്നുള്ള നിലക്ക് മൊറോക്കോ ഈ മത്സരം വിജയിച്ചു എന്നാണ് ബേസിക്കലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അയ്യൂബ് ഇത് കാര്യം പറയുമ്പോൾ ഇന്നലെ നമ്മൾ കളി കണ്ടപ്പോൾ വിഖ്യാത കമൻറ്റേറ്ററായ പീറ്റർ ഡ്രൂയി ആയിരുന്നു കമൻറ്റേറ്റിംഗ്. അപ്പോൾ അദ്ദേഹം പറയലുണ്ടായി, ആരെയാണോ അവൻ നേരിടുന്നത് അവരുടെ റെപ്യൂട്ടേഷനൊന്നും അവനൊരു പ്രശ്നമല്ല. ഒരു പ്രഷർ ഇല്ലാതെ, അതായത് കാസമീറോനെ അല്ലെങ്കിൽ ബ്രൂണോ ഗൊമേറസ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന 2 ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് എന്ന് നമുക്ക് പറയാം. അവരുടെ കയ്യിൽ നിന്ന് ബോൾ എടുക്കുക, അവരെ എന്താ പറയുക. അതുമാത്രമല്ല അദ്ദേഹം ഫേസ് ചെയ്യുന്ന പ്ലെയേഴ്സ് ആരൊക്കെയാണ്? വിനീഷ്യസ്, അതേപോലെ റഫീനിയ, അതായത് ലാലിഗയിലെ 2 ബെസ്റ്റ് ടീംസിൻ്റെ 2 ബെസ്റ്റ് പ്ലെയേഴ്സ്. ഇവരൊക്കെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുക, അതേപോലെ ബോൾ കൺട്രോൾ ചെയ്യുക. ആ ഒരു മിഡ്ഫീൽഡ്, ഈ ആൾക്കാരുള്ള ആ ഒരു ഏരിയ കൺട്രോൾ ചെയ്തത് ഈ ഒരു 18 വയസ്സുകാരാണ്. അപ്പോൾ ഏജ് അല്ല ഒരു ക്ലാസ് തീരുമാനിക്കുന്നത് നമുക്ക് പറയും. അത് ഈ ചെറിയ പ്രായത്തിൽ ഈ ഒരു മാച്ചിൽ എന്താ പറയുക, ആ ഒരു ഡോമിനേഷൻ അദ്ദേഹം കൊണ്ടുവരാം. അപ്പം നമ്മൾ പറയലുണ്ടായി ഇവനെ തൂക്കൂട്ടോ കൊണ്ട് പറയലുണ്ടായി, ഇവനെ ആരെങ്കിലും തൂക്കും ഈ ലോകകപ്പ് കഴിയുമ്പോൾ. അത് കഴിയുന്നതോടുകൂടി ഏതെങ്കിലും ഒരു ക്ലബ്ബ് റാഞ്ചി കൊണ്ടുപോകും എന്നുള്ള കാര്യം ഏകദേശം ഫിക്സ്ഡ് ആണ്. അത് അയ്യൂബോദിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ ആൾ കളിക്കുന്നത്. ഈ ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ കളിക്കുമ്പം എത്രത്തോളം എക്സ്പീരിയൻസ് മാറ്റർ ചെയ്യുമെന്ന് നമുക്കറിയാം. കാരണം ഒരു ഗെയിമിൻ്റെ ടെമ്പോ തന്നെ പല ടൈമിൽ നമുക്കറിയാം. ഒരുപാട് നമ്മൾ പ്ലെയേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പെയിൻ നാഷണൽ ടീമിലായാലും മറ്റാണെങ്കിലും ലാലിഗയിലാണ് നമ്മൾ ഒരുപാട് ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവരാണ് ആക്ച്വലി ടെമ്പോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 18 വയസ്സുകാരനായ താരം തീരുമാനിക്കുകയാണ് യെസ് ടുഡേ ഐ എം ഗോയിങ് ടു സെറ്റ് ദ ടെമ്പോ എന്ന് പറഞ്ഞിട്ട് മൊറോക്കോ നാഷണൽ ടീമിനെ, അതും ബ്രസീൽ പോലത്തെ ഒരു ടീമിനെതിരെ Under-21 ഫ്രാൻസ് നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്നു. 1 മാസം മുമ്പ് മാത്രം മൊറോക്കൻ പാസ്പോർട്ട് എടുത്തിട്ട് വേൾഡ് കപ്പ് ഡെബ്യൂ നടത്തുകയാണ്. 8th യങ്ങസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് കപ്പ്. അപ്പോൾ അതൊരു ബ്രില്യൻ പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ ആ ബ്രില്യൻ പെർഫോമൻസിൽ അടിപതറി പോയ ആളുകൾ ബ്രസീൽ നാഷണൽ ടീമിലുണ്ടായിരുന്നു. 2 വിങ്ങേഴ്സ്. അദ്ദേഹത്തിൻ്റെ ആ
അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ പെർഫോമൻസിന് നമുക്കൊരു കയ്യടി കൊടുക്കുന്നത് കോച്ചിനും കൂടിയാണ്. അതെ, ആ ആളവിടെ ആ എടുക്കാനുള്ള ഒരു അദ്ദേഹം വിന്യസിച്ച 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, ഒരാൾക്ക് 18 വയസ്സും ഒരാൾക്ക് 23 വയസ്സാണ്. ആ 2 പിവറ്റിൽ കളിച്ച 2 പ്ലെയേഴ്സ്, ഒരാൾക്ക് മറ്റേ ഐനോയ്ക്ക് 23 വയസ്സാണ്. അപ്പോൾ ബ്രസീൽ പോലൊരു ടീമിനെ ഇത്രയും സ്റ്റാർ സ്റ്റഡ് അറ്റാക്കിൻ്റെ എതിരെ ഇങ്ങനെ 2 പിവറ്റിനെ നിയമിക്കുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു കോച്ചിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അദ്ദേഹം നമുക്കറിയാം, അതായത് Under-21 വേൾഡ് കപ്പിൽ മൊറോക്കോയ്ക്ക് വേൾഡ് കപ്പ്, അതായത് ഫിഫ Under-21 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത കോച്ചാണ്. അപ്പം അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ആ യങ് പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ യങ് പ്ലേയേഴ്സിനെ അതിൽ ഫിറ്റ് ഇൻ ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ടാവും. Under-21 അങ്ങനെ ഒരു ഫിഫ വേൾഡ് കപ്പ് നേടിക്കൊടുത്തപ്പോൾ ആൾക്ക് ഒബ്വിയസ്ലി ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ ഒരു അയ്യൂബ് ഔദി കാരണം ബ്രസീലിൽ അടിപതറിപ്പോയ 2 വിങ്ങേഴ്സിനെ നമ്മൾ കണ്ടു. അയ്യൂബ് ഔദി മാത്രമല്ല, അവരുടെ ഈ മൊറോക്കൻ നാഷണൽ ടീമിൻ്റെ തന്നെ 2 വിങ് ബാക്സ്, ഫുൾ ബാക്സ് കാരണം നമ്മൾ വിചാരിച്ചത്ര പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. വിനീഷ്യസ് ജൂനിയർ ഉണ്ട് ഒരു സൈഡിൽ, മറുവശത്ത് റഫീന ഉണ്ട്. നമുക്കറിയാം റഫീന റൈറ്റ് വിങ്ങർ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. പക്ഷെ എത്ര പ്രാവശ്യം റഫീന ബോൾ തൊട്ടിട്ടുണ്ടാവും? ഒരു ഫസ്റ്റ് ഹാഫിലൊന്നും ആൾക്ക് ബോൾ തൊടുന്ന ആൾ പിക്ചറിൽ തന്നെ വരുന്നില്ല. ആ രീതിയിൽ മൊറോക്കോ നാഷണൽ ടീം റഫീനയും വിനീഷ്യസ് ജൂനിയറിനൊക്കെ പൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഫസീഹിൻ്റെ അടുത്ത് റഫീനയെ കുറിച്ച് ചോദിക്കാം. എന്തായിരുന്നു റഫീനയുടെ ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഈ മാച്ചിലുണ്ടായിരുന്നു? എങ്ങനെയാണ് മൊറോക്കോൺ നാഷണൽ ടീം അതിനെ ആ ഒരു മൂവ്മെൻറ്റിന്, റഫീന നമുക്കറിയാം എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള പ്ലെയറാണ് ക്രിയേറ്റീവ് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷെ ആ ഒരു മൂവ്മെൻറ്റിനെ എങ്ങനെ മൊറോക്കോൺ നാഷണൽ ടീം പ്രതിരോധിച്ചു എന്നുള്ളത് ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഉത്തരം? ഇപ്പോൾ നമുക്കറിയാം ഒരു വിങ്ങർ, ബ്രസീലിൻ്റെ ടാറ്റിക്സിൽ ബേസിക്കലി വിങ് ഓറിയൻറ്റഡ് പ്ലേ ആണ് കാര്യമായിട്ടുണ്ട്. ബിൽഡൊക്കെ വിങ്ങിലൂടെ വരുന്ന, അല്ലെങ്കിൽ ഒരു സൈഡ് വിനീഷ്യസ്, ഒരു സൈഡ് റഫീന, അല്ലെങ്കിൽ മുമ്പായിരുന്നെങ്കിൽ റോഡ്രിഗോ കളിക്കാറുണ്ടായിരുന്നു, നെയ്മർ കളിക്കാറുണ്ട്. അങ്ങനെ ഈ വിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ബ്രസീൽ കാലങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിങ്ങേഴ്സിന് പന്ത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതായത് വിങ്ങിലേക്ക് ബോളുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ മിഡ്ഫീൽഡർമാർ ഒരു ഡോമിനേറ്റ് ചെയ്യണം. അതായത് നിരന്തരം വിങ്ങിലേക്ക് ബോൾ സപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ വിങ് ഓറിയൻറ്റഡ് അറ്റാക്ക് ബ്രസീലിന് സാധിച്ചില്ല. വിങ് ഓറിയൻറ്റഡ് അറ്റാക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ആ സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു മൊറോക്കോയുടെ ഏറ്റവും വലിയ തീരുമാനം. ആ സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസീലിനെ മൊത്തത്തിൽ കൺട്രോളാക്കാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് മൊറോക്കോൻ പരിശീലകൻ അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ അയ്യൂബിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അയാളുടെ ഒരു കോൺഫിഡൻസിനെ പറ്റി, അല്ലെങ്കിൽ പരിശീലകൻ്റെ ഒരു ധൈര്യത്തെ പറ്റി. പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ ഫസ്റ്റ് ആ ഒരു പരിശീലകൻ നേരിട്ട ചോദ്യം എന്തായിരുന്നു ആ ധൈര്യം എന്നുള്ളതാണ്. ഈ ഒരു 18-കാരനെ വെച്ച് ബ്രസീലിനെ പോലെ ഒരു 5 വട്ടം ലോകകപ്പ് ജയിച്ച ഒരു ടീമിനെ എങ്ങനെ പിടിച്ചു നിർത്താമായിരുന്നു ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്, എനിക്ക് എക്സ്പീരിയൻസ് അല്ല മാറ്റർ, പ്രായമല്ല മാറ്റർ, അവർ കളിക്കളത്തിലിടുന്ന എഫേർട്ടാണ്. അതൊരു 18-കാരനായാലും ശരി 32-കാരനായാലും ശരി. ഞാൻ എൻ്റെ അനാലിസിസിൽ ഞാൻ നോക്കുക അയാളുടെ ടാലൻ്റാണ്, അയാൾ എടുക്കുന്ന വർക്ക് റേറ്റ് ആണ്, അയാളുടെ എഫേർട്സാണ്. അപ്പോൾ നമുക്കറിയാം 5-6 മത്സരം, 4-5 മത്സരം മാത്രമായിരിക്കും ഒരുപക്ഷെ അയ്യൂബ് കളിച്ചിട്ടുണ്ടാവും ഈ ഒരു ടീമിൻ്റെ കൂടെ. എന്നിട്ടും അയാൾ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അയാൾ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. പരിശീലന സെഷനുകളിൽ, കോച്ചിൻ്റെ ടാറ്റിക്സിലൊക്കെ അയാളുടെ റോൾ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെറുതെ ഒരിക്കലും ഒരു രാജ്യം ഒരു പ്ലെയറിനെ പാസ്പോർട്ട് കൊടുത്ത് സിറ്റിസൺഷിപ്പ് കൊടുത്ത് നാഷണൽ ടീമിലേക്ക് ക്ഷണിക്കൂല, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇൻവൈറ്റ് സ്വീകരിക്കില്ല. അപ്പം ഇത്തരത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലെയർ അതിനുള്ള കാലിബർ ഉണ്ട്. അത് ആ പരിശീലകനെ മുന്നിലും അയാൾക്ക് തെളിയിക്കാൻ പറ്റുന്നതാണ്. ക്ലബ് ഫുട്ബോളിൽ ഡോമിനേറ്റ് ചെയ്യുന്ന പല പ്ലേയേഴ്സും നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ ഡിമ്മാവും നമ്മൾ സാധാരണ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരാളായി മാറിയില്ല അയ്യൂബ് എന്നുള്ളതാണ്. കാരണം അയാൾ ക്ലബ്ബിലും നന്നായി കളിച്ചു, ഫ്രഞ്ച് Under-21 കളിച്ചപ്പോൾ അവിടെ നന്നായി കളിച്ചു, അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെയും നന്നായി കളിച്ചു. അപ്പോൾ ഈ ഒരു പരിശീലകൻ്റെ മെയിൻ ടാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ യങ് പ്ലെയേഴ്സിനെ വെച്ചിട്ട് അപ്പുറത്തെ ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിൻ്റെ പാസുകളെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു റഫീൻ്റെ പിക്ചറിലേ വരുന്നില്ല എന്ന്. ബോൾ വന്നിട്ടില്ലെങ്കിൽ ക്യാമറ പോലും ആ പ്ലെയറിനെ നേരെ തിരിയൂല എന്നുള്ളതാണ് ബേസിക് ഫുട്ബോൾ. അപ്പോൾ അതായത് ആ ബോളുകൾ അയാളുടെ അടുത്തേക്ക് വന്നിട്ടില്ല. റഫീന എന്നുള്ള പ്ലെയർ നമുക്കറിയാം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള പ്ലെയറാണ്. പക്ഷേ ആൾക്ക് ബോൾ കിട്ടിയാലാണ് വിങ്ങേഴ്സിന് സംതിങ് ഫീൽഡിൽ കാണിക്കാൻ പറ്റുക. ആളുകൾക്ക് ബോൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു ബോൾ കിട്ടുന്ന സമയത്ത് വിനീഷ്യസിൻ്റെ എഫേർട്ട് എടുത്ത് ഒരു ഗോൾ സ്കോർ ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലൊരു നല്ല പാസോ നല്ല ബോളുകളോ കാര്യമായിട്ട് റഫീനയ്ക്ക് വന്നിട്ടില്ല. ഓൾറെഡി നമുക്കറിയാം മൊറോക്കോ കഴിഞ്ഞൊരു വേൾഡ് കപ്പിൽ എങ്ങനെയാണ് മത്സരം വിജയിച്ചത്. നല്ലൊരു കോമ്പാക്ട് ഡിഫൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ ഒരു ഡിഫൻസിനെ പിടിച്ചു നിർത്തി, ആ ഡിഫൻസ് ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അത് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സാണ്, നല്ലൊരു ഗോൾ കീപ്പർ ഉണ്ട്. അപ്പോൾ അവർക്ക് മിഡ്ഫീൽഡും കൂടി ആയിരുന്നു ഡോമിനേഷൻ വേണ്ടിയിരുന്നത്. ആ ഒരു മിഡ്ഫീൽഡിൽ നല്ല കുറച്ച് ചോയ്സസിന് അവർ കണ്ടെത്തി. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഫിൽട്ടർ ചെയ്ത് നല്ലൊരു ചോയ്സ് അവർ കണ്ടെത്തി. ആ മിഡ്ഫീൽഡ് യൂസ് ചെയ്തിട്ട് ബ്രസീലിലെ പാസുകളെ കട്ട് ചെയ്യുക എന്നുള്ള ബേസിക് ഫുട്ബോൾ സിമ്പിളാക്കി സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്
മൊറോക്കോ ചെയ്തിട്ടുള്ളത്. അതിലവർ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു വിങ്ങേഴ്സിനെ കട്ട് ഓഫ് ചെയ്യാൻ അവർക്ക് സാധിച്ചതിൻ്റെ കാരണം. അഥവാ ഇനി ബോൾ കിട്ടിയാൽ തന്നെ റഫീനയ്ക്ക് മുമ്പിൽ മസ്റോയ അങ്ങനെ നിൽക്കുമായിരുന്നു, ഒരു ബ്ലോക്ക് ചെയ്ത് തന്നെ നിൽക്കുമായിരുന്നു, അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കാതെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു പ്ലാൻ. റഫീനയ്ക്ക് ബോൾ കിട്ടുവാണെങ്കിൽ റഫീനയ്ക്ക് ഒരു ക്രോസ് ഇടാൻ സമ്മതിക്കരുത്, അത് തന്നെയായിരുന്നു പ്ലാൻ. ഇഗോർ തിയാഗോനെ കണ്ടെത്താൻ സമ്മതിക്കുന്നത്. അല്ല, ഫസീഹ് പറഞ്ഞതോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഹാഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു ബ്രസീൽ ഫസ്റ്റ് ഹാഫിൽ കളിച്ച പോലെയല്ല നമ്മൾ കണ്ടത്. അവർ സ്വിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോറുമായിരിക്കും അല്ലെങ്കിൽ ഒരു വാതിലുമായിരിക്കും കുറേ മിഡ്ഫീൽഡേഴ്സും, മൊറോക്കോൻ്റെ മിഡ്ഫീൽഡേഴ്സും സ്ട്രൈക്കേഴ്സും സൈബിൽ ഇറങ്ങുന്ന ഒരുപാട് പ്ലേയേഴ്സ് സപ്ലൈ കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബ്രസീലിനെ ആക്ച്വലി കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം ഒരു റൂട്ട് കണ്ടെത്തിയാൽ മാത്രമല്ലേ ബിൽഡ് ചെയ്യണമല്ലോ. ഫ്രണ്ടിൽ ഇങ്ങനെ തട്ടി കളിക്കുകയായിരുന്നു. ഇത് ഇങ്ങനെ മാത്രമേ ആ ഒരു ഇത് പോകുന്നുള്ളൂ. റൂട്ട് തിരിച്ചു വിടാൻ ഇത് വിങ്ങിൽ ബോൾ എത്തണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് വരണം, ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് അവിടെ ഒരു ഹോൾഡ് വേണം. അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അവിടെ ഷാഡോ ആയിട്ട് അവർ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിഫെൻസീവ് തേർഡിൽ മാത്രമല്ല മിഡ് തേർഡിലും അറ്റാക്കിംഗ് തേർഡിലും മൊറോക്കോയുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആൻഡ് ഞാൻ ചോദിച്ചു വരുന്നത് വിനീഷ്യസ് ജൂനിയർ, ഇപ്പം റഫീനെ അവിടെ ബ്ലോക്ക് ചെയ്തു, മസ്റോയി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കളി കണ്ടപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കാരണം ആ വിങ് നോക്കുമ്പോൾ അഷ്റഫ് ഹക്കീമി കയറി കളിച്ചു കഴിഞ്ഞാലും അവിടെ മസ്റോയി ഡീപ്പായിട്ട് കളിക്കുന്നത് കൊണ്ട് തന്നെ റഫീനൊക്കെ അവിടെ മൂവ്മെൻറ്റ് സാധിക്കുന്നില്ല. അതെ, വിനീഷ്യസ് ജൂനിയർ വേഴ്സസ് ഒരു അഷ്റഫ് ഹക്കീമി സാധനമാണ് ഇവിടെ ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ അഷ്റഫ് ഹക്കീമിനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിനീഷ്യസ് ജൂനിയറിന് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിൽ അഷ്റഫ് ഹക്കീമി കയറുന്നു. അപ്പോൾ ആ ടൈമിൽ എവിടേക്കോ ഒരു സ്പേസ് വിനീഷ്യസ് ജൂനിയറിന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു ബ്ലോക്ക് അവിടെ വീണ്ടും വരുന്നുണ്ട്. അതെ, പക്ഷെ എന്നാൽ പോലും അവിടെ ഒരു ഫ്രാക്ഷൻ ഓഫ് മൂവ്മെന്റിന് വിനീഷ്യസ് ജൂനിയറിന് റഫീനിയെക്കാട്ടിലും എന്തൊക്കെയോ മൂവ്മെന്റ്സ് നടത്താൻ സാധിക്കുന്നുണ്ട്. അതുവഴി നമ്മളൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള ഒരു ഗോളും കണ്ടു വിനീഷ്യസ് ജൂനിയറിൻ്റെ. അപ്പോൾ എത്രത്തോളം വിനീഷ്യസ് ജൂനിയർ ഈ ഒരു മാച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ആളുടെ ഒരു വേൾഡ് കപ്പ് സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും പറയാട്ടോ, വേൾഡ് കപ്പ് സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ ഏത് ഒരു ലെവലിലാണ് നിൽക്കുന്നത്? നമ്മളിപ്പോൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ കാര്യം പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് അദ്ദേഹം നാഷണൽ ടീമിന് വേണ്ടി എന്ത് ചെയ്തു എന്ന്. പക്ഷെ ഇന്നത്തെ ഒരു മാച്ചിൽ എനിക്ക് പറയുകയാണെങ്കിൽ ചെയ്തു ആകെ ബ്രസീൽ ഫാൻസിന് ഒരു ആവേശം നൽകിയ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് വിനീഷ്യസിൻ്റെ ആ ഒരു ഗോൾ തന്നെയായിരുന്നു. അതൊരു ഗംഭീര ഗോൾ തന്നെയായിരുന്നു. അദ്ദേഹം കട്ട് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അത് ഷോട്ടാണ്, അദ്ദേഹം കട്ട് ബാക്ക് ചെയ്യുമെന്ന് നമുക്കറിയാം, എന്നിട്ടും അത് തടയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ എല്ലാ മൂവ്മെന്റും പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അത് ചെയ്യാൻ നമുക്ക് നല്ല മൊറോക്കോ നാഷണൽ ടീമിന് അത് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആ ഷോട്ട് ഭയങ്കര പവർഫുൾ ഷോട്ടായിരുന്നു. അവർ ആ ഷോട്ടിന്റെ സ്പീഡൊക്കെ പറഞ്ഞു തന്നതിൽ. സോ അപ്പോൾ ഇൻഡിവിജ്വൽ, അപ്പോൾ നമ്മൾ പറയും ബ്രസീൽ ടീമിൽ ഇൻഡിവിജ്വൽ ടാലൻറ്റ് കൊണ്ടാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ആൻസലോട്ടി ഒരു അഡാപ്റ്റീവ് കോച്ചാണ്. ആൻസലോട്ടി എങ്ങനെ ഏതാണ് ഒരു പ്ലെയറിന് വേണ്ട കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുക്കലാണ് ആഞ്ചലോട്ടിയുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ വിനീഷ്യസിനും അതുപോലെ അദ്ദേഹത്തിന് വേണ്ടൊരു ശൈലി ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു കണ്ടീഷൻ ഉണ്ടാക്കി കൊടുത്തു. അത് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു, ആ ഒരു ഗോൾ നേടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ മൊമെൻറ്റ് കാരണമാണ് ഇപ്പോൾ ആൾക്കാർ പറയും ആൾക്ക് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഇൻഡിവിജ്വൽ മൊമെൻറ്റ് കാരണമാണ് ഇന്ന് ഇപ്പോൾ ബ്രസീലിന് ആ ഒരു സമനില നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞ ആൻസലോട്ടി അഡാപ്റ്റീവ് കോച്ചാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. റഫീന റൈറ്റ് വിങ്ങിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പക്വൈറ്റെ പിൻവലിക്കുന്നുണ്ട്. അവരൊക്കെ പിൻവലിച്ചിട്ട് റഫീനെ സെൻട്രലി പ്ലേസ് ചെയ്തു. അവിടെ ഒരു ഫ്രീഡം ആൻസലോട്ടി റഫീനൊക്കെ കൊടുത്തു. സഡൻ ചാൻസ് വന്നു. എനിക്ക് ആ പ്ലെയർ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. റിസ എന്ന് പറഞ്ഞ മൊറോക്കോന്റെ ഡിഫൻഡറിന്റെ കയ്യിൽ നിന്ന് ഒരു പിഴവ് വന്നപ്പോഴത്തേന് അവിടെ റഫീനെ അറ്റാക്ക് ചെയ്തു. ഒരു ഈസാഡിയോപ്പിന്റെ ഒരു പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്തു റഫീന. അത് ജസ്റ്റ് മിസ്സിനാവും. ഒന്ന് കോണ്ടാക്ട് കറക്റ്റ് ആയിരുന്നെങ്കിൽ മേ ബി അതൊരു ഗോളായി മാറാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മേ ബി ഒരു 15 minutes ബാക്കൊക്കെ ഇങ്ങനെ ഒരു റഫീനൊക്കെ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയിരുന്നെങ്കിൽ അത് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ഒബ്വിയസ്ലി ഡിഫൻസ് എന്താവും, താളം തെറ്റിപ്പോവും. അങ്ങനെ മേ ബി ഗോൾ സ്കോർ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ ആൻസലോട്ടിയുടെ ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ടെൻഡൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഡോൺ കാർലോ എന്ന് പറയുന്നത് ഡോൺ കാർലോ തന്നെയാണ്. ആൾക്ക് അറിയാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞു. പക്ഷെ നമുക്ക് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു വേൾഡ് കപ്പ് സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? നമ്മൾ വിനീഷ്യസിനെ പറ്റി സംസാരിക്കുമ്പോൾ വിനീഷ്യസിൻ്റെ ഏറ്റവും ബ്രില്യൻ സീസൺ നമുക്ക് വിനീഷ്യസ് റയലിൽ കളിച്ച കോച്ചുമാരെ നോക്കുമ്പം സിനദിൻ സിദാനെ പോലത്തെ ടോപ്പ് ക്ലാസ് കോച്ചുമാരുണ്ട്. കാർലോ ആൻസലോട്ടിക്ക് കീഴിൽ കളിച്ചു. ഷാബി അലോൺസോ പോലത്തെ ന്യൂ കോച്ചുമാർ കീഴിൽ, അൽവാറോ പോലത്തെ ഏറ്റവും പുതിയ പരിശീലകർ കീഴിൽ കളിച്ചു. അങ്ങനെ ഒരു ഫ്രം ദ എക്സ്ട്രീം
ടു ദ ന്യൂ എല്ലാ തരത്തിലുള്ള പരിശീലകർക്ക് കീഴിലും വിനീഷ്യസ് കളിച്ചിട്ടുണ്ടെങ്കിലും വിനീഷ്യസിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കണ്ടിട്ടത് അൻസലോട്ടിക്ക് കീഴിലാണ്. അത് വിനീഷ്യസ് ഒരു ബാലൻഡിയോർ വിന്നർ എന്ന രീതിയിലേക്ക് വരെ വളർന്നത് നമുക്കറിയാം അൻസലോട്ടിക്ക് കീഴിലാണ്. കാരണം അൻസലോട്ടിക്ക് അറിയാം വിനീഷ്യസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു മത്സരം എന്നുള്ളത്. കാരണം വിനീഷ്യസിനെ അത്രയും പൂട്ടിയിട്ടുണ്ടെങ്കിലും വിനീഷ്യസിന് കുറച്ചൊക്കെ, അതായത് വിനീഷ്യസിൻ്റെ സമാന ബ്രസീലിൽ അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ നോക്കുമ്പോൾ വിനീഷ്യസ് നന്നായി കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന മത്സരങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും വിനീഷ്യസ് റയലിൻ്റെ ജേഴ്സി എടുക്കുമ്പോൾ നന്നായി കളിക്കുകയും ബ്രസീലിൻ്റെ ജേഴ്സി എടുക്കുമ്പോൾ മോശമായി കളിക്കുകയും ചെയ്യുന്ന ഒരു പ്ലെയർ എന്നുള്ള ഒരു വിമർശനം നേരിടുന്നുണ്ട്. പക്ഷേ ഈ ഒരു അടുത്തുള്ള കുറച്ച് മത്സരങ്ങൾ അല്ലെങ്കിൽ വിനീഷ്യസ് അടുത്ത കുറച്ച് മത്സരങ്ങൾ നോക്കുമ്പോൾ വിനീഷ്യസ് കുറച്ചുകൂടി നന്നായിട്ട് മെരുക്കിയെടുക്കാൻ അല്ലെങ്കിൽ നന്നായി ഉപയോഗപ്പെടുത്താൻ അൻസലോട്ടിക്ക് പറ്റിയൊരു മത്സരമാണിത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്ക് നെയ്മർ ഇല്ലെങ്കിലും ഈ ഒരു സ്ക്വാഡിനെ ആര് ഗൈഡ് ചെയ്യുമെന്നുള്ള ചോദ്യത്തിൽ വിനീഷ്യസിന് ഞാൻ ഏറ്റെടുക്കാം ആ റോൾ എന്ന് പറയാൻ പറ്റുന്ന രീതിക്ക് ഒരു ചെറിയ മൊമെൻ്റെങ്കിലും ഈ ഒരു മത്സരത്തിൽ കിട്ടിയിട്ടുണ്ട്. മറ്റു പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നെയ്മറോളം വിനീഷ്യസ് നമ്മൾ ടാലൻറ്റിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, നെയ്മർക്ക് മുകളിൽ വിനീഷ്യസിനെ വെക്കാനൊന്നും പാടില്ല. പക്ഷേ നമ്മൾ പറയുന്നത് ഈ ഒരു മത്സരം മാത്രം എടുക്കുമ്പോൾ കളിച്ച ബാക്കി 11-4 സബ്സ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു സ്ക്വാഡിൽ ഏറ്റവും നന്നായി കളിച്ച പ്ലേയേഴ്സിൽ ഒരാൾ വിനീഷ്യസ് ആയിരുന്നു. നമ്മൾ വിനീഷ്യസിൻ്റെ സ്റ്റാറ്റ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റൊണാൾഡീനിയോക്ക് 2 വേൾഡ് കപ്പ് റൊണാൾഡീനോ കളിച്ചിട്ട് അതിലൊരു വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. 10 മത്സരങ്ങളോളം കളിച്ചിട്ടും റൊണാൾഡീനോയുടെ സ്റ്റാറ്റ്സ് നമുക്കറിയാം ഒരു 5 ഗോൾ കോൺട്രിബ്യൂഷൻ മാത്രമാണുള്ളത്. അതൊക്കെ 2 ഗോൾ 3 അസിസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളറിയാം 2 പേരുടെ റോള് 2 തരത്തിലായിരുന്നു. അന്ന് കളിച്ചിരുന്ന റൊണാൾഡീനോയുടെ സ്റ്റൈലല്ല വിനീഷ്യസ് കളിക്കുന്ന ഓപ്റ്റ് ചെയ്യുന്നതൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ വിനീഷ്യസിന് ഓൾറെഡി 4 ഗോൾ കോൺട്രിബ്യൂഷനായി വേൾഡ് കപ്പിൽ, അതും വെറും 5 മാച്ചിൽ നിന്നുള്ളത്. അപ്പോൾ വിനീഷ്യസ് എന്നുള്ള പ്ലെയർ സ്ലോലി ഗ്രാജുവലി തേച്ചു മിനുക്കി എടുക്കപ്പെടുന്ന ഒരു പ്ലെയറാണ്. വിനീഷ്യസ് റയൽ മാഡ്രിഡിൽ വന്ന സമയത്ത് ഒരു വേസ്റ്റഡ് ടാലൻ്റ് എന്നുള്ള നിലക്ക് പലപ്പോഴും ജഡ്ജ് ചെയ്യപ്പെട്ട പ്ലെയറാണ്. പക്ഷെ ആള് പിന്നീട് ഗ്രാജുവലി ടൈം എടുത്ത് ടീമിൻ്റെ ഒരു മെയിൻ മാനായി മാറി നമ്മൾ കണ്ടു. അത്തരത്തിലൊരു സ്ലോ ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു സ്ലോ ഗ്രാജുവലി ഒരു ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വിനീഷ്യസിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ നെയ്മർ എത്രത്തോളം ഫിറ്റാണെന്നുള്ളതൊരു ചോദ്യമാണെങ്കിലും വിനീഷ്യസ് എന്ന പ്ലെയർ കുറച്ചുകൂടി നന്നായി കളിക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് അൻസലോട്ടി എന്നുള്ളൊരു പരിശീലന കീഴിലാവുമ്പോൾ. അപ്പോൾ വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റഫീനിയെ കുറിച്ച് പറഞ്ഞു, അവിടെ മിഡിലൊരു പ്ലെയർ ഉണ്ട് പക്വേറ്റയുടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഇന്നലത്തെ മാച്ചിൽ. അതായത് ആള് ക്രിയേറ്റ് ചെയ്തൊരു മൂവ്മെൻറ്റ്, ഒരു കോണ്ടാക്റ്റിൻ്റെ ചെറിയൊരു വ്യത്യാസം ഇല്ലെങ്കിൽ മേ ബി വേൾഡ് കപ്പിലെ വൺ ഓഫ് ദ ബ്രില്യൻ ഗോളായിട്ട് അത് മാറുമായിരുന്നു. കാരണം കോണ്ടാക്റ്റ് തെറ്റിയിട്ട് പോലും അത് ഓൺ ടാർഗറ്റ് പോയിട്ടുണ്ട്. ആ ഗോള് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓൺ ടാർഗറ്റ് പോയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് കോണ്ടാക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചാട്ടുളി പോലെ പോകുന്നൊക്കെ നമ്മൾ പറയുന്നത് അതന്നെ പ്രയോഗം തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ പക്വേറ്റ എങ്ങനെയായിരുന്നു? നമുക്കറിയാം നെയ്മറിന് പകരമാണ് ആ ഒരു പൊസിഷനിൽ പക്വേറ്റ എന്ന് പറയുന്ന പ്ലെയർ കളിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നെയ്മർ ഇൻ്റർനാഷണൽ ഗോളിൽ പെലെക്ക് ഒപ്പം എത്തിയൊരു ഗോൾ ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ. ആ ഗോളിൽ എനിക്ക് തോന്നുന്നു പക്വേറ്റയുടെ ഒരു ബ്രില്യൻസും കൂടെ ആ ഗോളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്ലെയറാണ് പക്വേറ്റ. ഈ മാച്ചിൽ ഈ വേൾഡ് കപ്പിൽ ഒരുപാട് ആളുകൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്, പക്വേറ്റൻ്റെ ഒരു സെലക്ഷൻ, ആൾ കൺസിസ്റ്റൻ്റ് എല്ലാ കാര്യങ്ങളല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നാൽ കൂടിയും പക്വേറ്റ ഇന്നലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഹരി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഫാക്ട് നമ്മൾ ഈ കഴിഞ്ഞ ഇതിനു മുന്നിലുള്ള 2 ഫ്രണ്ട്ലീസ് നോക്കുമ്പോൾ പനാമയ്ക്കെതിരുള്ള ആദ്യ ഫ്രണ്ട്ലിയിൽ ഫസ്റ്റ് ഹാഫിൽ പക്വേറ്റ കളിച്ചില്ല. ഓക്കെ. ദെൻ സെക്കൻഡ് ഹാഫിൽ പക്വേറ്റ കളിച്ചപ്പോഴാണ് ആ മത്സരത്തിൽ 4 ഗോളുകളും വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈജിപ്തിനായിട്ടുള്ള മാച്ചിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉണ്ടായിരുന്നത് അതിന് മുന്നേ ഈ ഡിഫെൻസും അല്ല ഈ ഡിഫെൻസീവ് മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിലൊരു ഡിഫറൻസ് ആണ് ആ ഒരു മാച്ചിൽ തുടക്കത്തിൽ കണ്ടത്. പക്ഷെ പക്വേറ്റ വന്നപ്പോൾ അത് 2 ലിങ്ക് ചെയ്യുന്നൊരു പ്രതീതി നമ്മൾ ആ ഒരു സംഭവം കണ്ടു. അതുകൊണ്ടായിരിക്കാം പക്വേറ്റനെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ ചൂസ് ചെയ്തത്, ആ ഒരു 2 പാർട്ടും ലിങ്ക് ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഫുൾ ത്രൂ ഔട്ട് ദ മാച്ച് ആ ഒരു, കാരണം മിഡ്ഫീൽഡ് ഓൾറെഡി മൊറോക്കോ ഡോമിനേറ്റ് ചെയ്തു, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ നമുക്ക് പക്വേറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ നമ്മൾ കണ്ടു. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് മാറ്റിയതും. പക്ഷെ പക്വേറ്റ ചെയ്തിട്ടുണ്ട്, ചെറിയ ചില മൊമെൻറ്റ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നെയ്മറോളം ആവില്ല പക്വേറ്റ, അത് നമുക്ക് പറയാം, നെയ്മറോളം ആവില്ല. ആൻഡ് റഫീനി ആ ഒരു പൊസിഷനിലേക്ക് വന്നപ്പോൾ റഫീനി കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഓക്കെ. നമ്മൾ ബ്രസീൽ ടീമത്തെ ഒരുപാട് പ്ലേയേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു പ്ലെയറാണ് വിട്ടുപോയി എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഫസിഹാണ് ഓർമ്മിപ്പിച്ചെടുത്ത പ്ലെയർ, മൊറോക്കോൻ്റെ ഗോൾ കീപ്പർ ബോണോ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മൊറോക്കോ നന്നായി കളിച്ചു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ 5 ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചത് ബ്രസീലാണ്.
മൊറോക്കോക്ക് എനിക്ക് തോന്നുന്നു വെറും 2-3 ഉള്ളൂ. ലാസ്റ്റ് ഈ പറയുന്ന ഐനോയാണെന്ന് തോന്നുന്നു ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ആണോ, ആ എലിസൺ സേവ് ചെയ്ത ആ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്. പക്ഷേ അത് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ 3 ഷോട്ട് ഓൺ ടാർഗറ്റ് ബ്രസീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാച്ച് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഏതോ മൂമെന്റിൽ ബോണോനെ കണ്ടപ്പോൾ നമ്മൾ എതിർവശത്തെ ഗോൾ കീപ്പറിനെ കണ്ടു എന്നുള്ളത്. ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അതുവരെ അങ്ങോട്ട് അറ്റാക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ബോണോയുടെ ഒരു പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ? അത്ര ആൾക്ക് അത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത്, വിച്ച് ഇസ് ആൻ അഡ്വാൻറ്റേജ് ഫോർ മൊറോക്കോ ടീം. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഗോൾ കീപ്പേഴ്സിനെ എപ്പോഴും ജഡ്ജ് ചെയ്യാറ് ഗോൾ കീപ്പേഴ്സ് ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടോ അഥവാ സേവുകളുണ്ടോ എന്നൊക്കെയാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു ഗോൾ കീപ്പർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്, ഗോൾ കീപ്പർക്ക് കമാൻഡിങ് പവർ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിൽ ഉണ്ടാവേണ്ടത് ഗോൾ കീപ്പർക്കാണ്. കാരണം അയാൾക്ക് ബാക്കി 10 പ്ലെയേഴ്സിനെയും എതിർ ടീമിൻ്റെ 11 പ്ലെയേഴ്സിനെയും ഒരുമിച്ച് കാണാൻ പറ്റും. ബാക്കി ഫീൽഡിൽ ഒരു പ്ലെയറിന് പോലും അത്തരത്തിലൊരു വ്യൂ കിട്ടില്ല. അപ്പം ഈ ഒരു ടീമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മൊറോക്കോ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മൊറോക്കോന് ഏറ്റവും വലിയ വിജയം അവരുടെ ഷേപ്പ് അവർക്ക് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത്. അതായത് എങ്ങനെ അറ്റാക്ക് ചെയ്തു പോയാലും ഇപ്പം ഹക്കീം മുന്നോട്ടേക്ക് ഓവർലാപ്പ് ചെയ്ത് കയറുമ്പോൾ അവർക്ക് അവരുടെ ഡിഫൻസീവ് ഷേപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് നിന്ന് ഒരു 2-3 വിങ് പ്ലെയേഴ്സ് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫൻസീവ് സ്റ്റൈൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ഗൈഡൻസ് കൊടുക്കുക ഗോൾ കീപ്പറാണ്. ഓരോ എതിർ ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ജഡ്ജ് ചെയ്ത് അതിനനുസരിച്ച് സ്വന്തം പ്ലെയേഴ്സിനെ അലൈൻ ചെയ്യാനൊക്കെ ഈ ഗോൾ കീപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു മത്സരത്തിൽ ബോണോ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബോണോയുടെ സേവുകളും മറ്റൊക്കെ മാറ്റി നിർത്താം, വിനീഷ്യസിൻ്റെ ഗോൾ കൺസിഡർ ചെയ്തതൊക്കെ മാറ്റി നിർത്താം. അതിലപ്പുറത്തേക്ക് ആ ഒരു ഡിഫൻസിനെയും ആ ഒരു മിഡ്ഫീൽഡിനെയും ഓറിയൻറ്റ് ചെയ്ത് നിർത്തുന്നതിൽ, ആ ഷേപ്പിൽ നിലനിർത്തുന്നതിൽ ബോണോ 100% സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള, ഇത്രയും സ്പീഡി ആയിട്ടുള്ള ബ്രസീലിന് ഒരിക്കലും മൊറോക്കോക്ക് ഇത്ര എളുപ്പത്തിൽ ഇത്രയും നിസാരമായി പിടിച്ചു കേട്ടാൽ ഇത്രയും നിസാരമാക്കി തീർക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ബോണോ എന്നുള്ള പ്ലെയറിന് അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക് ബോണോ ഈ ഒരു കാര്യത്തിൽ, അതായത് കമാൻഡ് ചെയ്ത് സ്വന്തം പ്ലെയേഴ്സിൻ്റെ ഷേപ്പ്, ആ ഒരു ടീമിൻ്റെ ടാക്റ്റിക്സ് ബ്രേക്ക് ആവാത്ത രീതിയിൽ പിടിച്ചു നിർത്തുന്നതിൽ നന്നായി വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെ പ്ലെയേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും, ഒരുപാട് ഓരോ പ്ലെയേഴ്സിൻ്റെ ബ്രില്യൻസിനെ പറ്റി പറയും, അവരുടെ പെർഫോമൻസിനെ പറ്റി പറയും. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയൊരു ടോപ്പിക് എന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ മൊറോക്കോക്ക് യാതൊരു പ്രഷറുമില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിന് അവരെങ്ങനെ നേരിട്ടോ അതുപോലെ തന്നെയാണ് അവർ വരുന്നത്. അവർ ആഫ്കോൺ ചാമ്പ്യന്മാരാണ്. അവിടെ ഈ ആഫ്രിക്കൻ ടീംസൊക്കെ ബേസിക്കലി വേൾഡ് കപ്പിൽ ചാമ്പ്യനാണ്. ആഫ്രിക്കൻ ടീംസൊക്കെ ബേസിക്കലി വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ അവരെപ്പോഴും അണ്ടർഡോഗ്സ് ആയിട്ടാണ് കാണാം. അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ എത്തും, ഒരു നോക്കൗട്ടിൽ 1-2 റൗണ്ട് മുന്നേറും പോവും. അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായി പ്രൈസ് ചെയ്യും. ഇപ്പോൾ മൊറോക്കോ കഴിഞ്ഞ സെമി ഫൈനലിൽ കളിച്ചതുകൊണ്ട് മൊറോക്കോ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ബിഗ് ടീമായിട്ട് കൺസിഡർ ചെയ്തു. മൊറോക്കോ ക്വാർട്ടർ ഫൈനലിൽ പോയിരുന്നെങ്കിൽ, സെനഗൽ പോകും പോലെ, നൈജീരിയ ഒക്കെ പോകും പോലെ ക്വാർട്ടർ ഫൈനലാണ് പുറത്താവുന്നെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ വലിയൊരു ഡിസ്കഷനിൽ മൊറോക്കോയെ കൊണ്ടുവരുക പോലില്ല. ഇപ്പോൾ സെമി ഫൈനലിൽ എത്തിയത് കൊണ്ട് മൊറോക്കോ ഒരു ബിഗ് ടീമായി മാറി. അതിലപ്പുറത്തേക്ക് അവർക്ക് യാതൊരു പ്രഷറും ഇല്ല. ബേസിക്കലി അവർ വരുന്നു, കളിക്കുന്നു, കിട്ടുന്ന പോയിന്റ് വാങ്ങുന്നു, മുന്നോട്ടേക്ക് പോകുന്നത്ര പോകുന്നു, തിരിച്ചു പോകുന്നു. ആ ഒരു രീതിയായിരിക്കും മൊറോക്കോ കീപ്പ് ചെയ്യുക. പക്ഷേ ബ്രസീലിന് അങ്ങനെയല്ല. ബ്രസീലിന് 2002 ശേഷം ഒരു ട്രോഫി ഇല്ല എന്നുള്ളത് അവർക്ക് ഭയങ്കര വലിയ നിരാശയാണ്. ബേസിക്കലി 2002 ശേഷം ഒരു ഫൈനൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബ്രസീലിനെ പോലത്തെ ഒരു ലോകോത്തര ടീമിന് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോലും അഡ്വാൻസ് ചെയ്യാൻ പറ്റാതെ ഒരു 24 വർഷം കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അവർക്ക് ഉണ്ടാക്കുന്ന പ്രഷർ ഒരുപാടാണ്. കഴിഞ്ഞ എല്ലാ വേൾഡ് കപ്പ് എഡിഷനുകളിലും അവർ വീണു പോകാൻ ആ പ്രഷർ ഒരു കാരണമായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. ഒരു ബിഗ് മാച്ചിലേക്ക് വരുമ്പോൾ ബ്രസീൽ ഏറ്റവും അവസാനം സെമി ഫൈനലിൽ കളിച്ചിട്ടുണ്ടാവുക 2014 ജർമ്മനിയോട് 7-1 തോൽക്കുന്ന മത്സരത്തിലാണ്. മൊറോക്കോ കളിക്കുന്നത് 2022, അതായത് മൊറോക്കോ ബ്രസീലിനേക്കാളും ശേഷം, അല്ലെങ്കിൽ ബ്രസീലിനേക്കാളും ഏറ്റവും അടുത്ത് സെമി ഫൈനൽ കളിച്ച ടീമുകളിലൊന്നാണ് മൊറോക്കോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീലിൽ വരുമ്പം ഒരു പ്രഷർ ബ്രസീലിൻ്റെ ഭാഗത്തുണ്ടാവും. ഈ ഒരു മത്സരത്തിൽ എങ്ങനെ വിജയിക്കണം, ഈ മത്സരം വിജയിച്ചേ അടങ്ങൂ, ഞങ്ങൾക്ക് ആ 3 പോയിൻ്റ് അത്രയും നിർബന്ധമാണെന്നൊരു നിർബന്ധ ബുദ്ധി ബ്രസീലിനുണ്ട്. മൊറോക്കോക്ക് അത്തരത്തിലില്ല. മൊറോക്കോ നന്നായി കളിക്കുക, ഫാൻസിന് വേണ്ടത് ഡെലിവർ ചെയ്യുക, അതിൽ മാക്സിമം വിൻ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തി അടയുക എന്നുള്ളൊരു ഈസിനെസ്സിലായിരിക്കും വരിക. ആ ഒരു ഈസിനെസ് മൊറോക്കോയുടെ കളിയിൽ നമുക്ക് കാണാനുണ്ടായിരുന്നു. ആ ഒരു പ്രഷർ നമുക്ക് ബ്രസീലിൻ്റെ കളിയിൽ കാണാനുണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഡിഫറൻഷ്യൽ ഫാക്ടറായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മത്സരത്തിൽ. അത് ഫസീഹ് പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. കാരണം ലാസ്റ്റ് ഒരു നമുക്കറിയാം 10 മിനിറ്റ്സോളം ഇഞ്ചുറി ടൈം ലഭിച്ചു. മൊറോക്കോ റിലാക്സ് ചെയ്തിട്ടാണ് കളിച്ചത്. കാരണം അവർക്ക് സമനില ഓക്കെയാണ് ബ്രസീലിനോട് എന്നുള്ള മട്ടിലാണ് മൊറോക്കോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പറയാതെക്കാൻ പറ്റാത്തൊരു താരമാണ് മൊറോക്കോൻ്റെ ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമി തന്നെയല്ലേ? അതെ, അഷ്റഫ് ഹക്കീമിയുടെ ഒരു കോൺട്രിബ്യൂഷൻ. കാരണം ആളില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇനിയിപ്പോൾ PSG ആയിക്കോട്ടെ, ഏത് ടീമിലായിക്കോട്ടെ, മിഡ്ഫീൽഡേഴ്സ് ടെമ്പോ കൺട്രോൾ ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ആളുടെ പേസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ
ആ ടീമിൻ്റെ പല സ്ട്രാറ്റജിയും പല ടാക്ടിക്സും അവിടെ വർക്ക് ആവാത്ത രീതിയിലാവും കാര്യങ്ങൾ. കാരണം പോയ സ്പീഡിൽ തന്നെ തിരിച്ച് അതിനേക്കാളും 2x തിരിച്ചു വരാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് അഷ്റഫ് ഹക്കീമി. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴും ആൾക്കും ഇപ്പോഴും 27 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ആൾക്കപ്പം ഒരു 23 യങ് പ്ലെയറാണ് അഷ്റഫ് ഹക്കീമി. അപ്പോൾ ആളുടെ ഒരു പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഒരുപാട്. കാരണം വിനീഷ്യസ് ജൂനിയർ ആണ് നമ്മൾ ഒരു ഇൻഡിവിജ്വലി ബ്രില്യൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയർ എന്ന് പറയുന്ന ആ പ്ലെയറിന് ഒരു മൂവ്മെൻറ്റ് നടത്താൻ സാധിക്കാത്തത് അതെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അഷ്റഫ് ഹക്കീമിയാണ്. ആൾ അറ്റാക്ക് ചെയ്യാനും അവിടെ ഉണ്ട്, ഡിഫെൻഡ് ചെയ്യാനും ആൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. അപ്പം അഷ്റഫ് ഹക്കീമിയുടെ ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഏത് രീതിയിലാണ് ബ്രസീലിന് അത് ആളുടെ പെർഫോമൻസ് കാരണം ഒരു കോട്ടം സംഭവിച്ചത്? ഏത് രീതിയിലാണ് അതിനെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അത് പറയുന്നതാണ്? അറ്റാക്കിലും ഡിഫെൻസിലും ഹക്കീമിയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒഫെൻസീവ് ആയിരുന്നു, ഡിഫെൻസീവ് ആയിരുന്നു. അതായത് നോക്കുമ്പോൾ മുന്നിൽ നോക്കുമ്പോൾ ബ്രഹീം ഡൈസിനെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം അവിടെ ഉണ്ട്. അതേപോലെ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇസാ ഡിയോപ്പും ഇദ്ദേഹവും കൂടിയിട്ട്, പിന്നെ അല്ലെങ്കിൽ മറ്റേ അയ്യൂബോദിയും കൂടിയിട്ട് വിനീഷ്യസിനെ പൂട്ടാനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ PSG അത് കാണുന്നതാണ്. PSG ആ ഫുൾ ബാക്സ് ന്യൂനോ മെൻഡസ് ആൻഡ് ഹക്കീമിയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ആ എത്തുന്ന ആ ഒരു ദൂരം കാരണം, ആ ഒരു അത്രയും ദൂരം സഞ്ചരിക്കുന്ന മാച്ചിൽ അത് കാരണമാണ് PSG ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതേപോലെ മൊറോക്കോയ്ക്ക് ഈ ഒരു മാച്ചിൽ, ഈ ഒരു വേൾഡ് കപ്പിൽ ഗോൾ അടിക്കാനും ഗോൾ തടയാനും ഹക്കീമി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറയാതെ പോയ, ഞാൻ അവിടെ കയറിയപ്പോഴും പറയാതെ പോയൊരു പ്ലെയറാണ് ബ്രാഹിം ഡിയാസ്. ബ്രാഹിം ഡിയാസ് ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ മാച്ചിൽ. മൊറോക്കോൻ്റെ ഏക ഗോളിൽ അസിസ്റ്റ് കൊടുത്തത് ബ്രാഹിം ഡിയാസ് ആണ്. ബ്രാഹിം ഡിയാസും സെൻട്രൽ ഹാഫ് സ്പേസിൽ സ്പേസ് കണ്ടാൽ, കാരണം നമുക്കറിയാം എത്രത്തോളം ബ്രസീലിൻ്റെ ഡിഫൻസ് അൺസ്റ്റേബിൾ ആണ്. ബ്രൂണോ ഗിമാരസിനും കസമേറോക്കും അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഫസ്റ്റ് ഗോൾ മോർ ദെൻ ആ ഒരു ഡിഫൻഡേഴ്സിനെക്കാട്ടിലും ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിന് അത് കറക്റ്റായിട്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നു എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ ആ ഒരു ഹാഫ് സ്പേസ് അറ്റാക്ക് ചെയ്യുന്നതിൽ ബ്രാഹിം ഡിയാസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട്, കാരണം ആളുടെയും അഷ്റഫ് ഹക്കീമിയുടെ ഒക്കെ പേസ് കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും ഇവരെന്താണിത് ഈ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം അങ്ങനത്തെ ഒരു പേസ് നമ്മൾ വേറെ ആരെങ്കിലും കാണുന്നില്ല. അത്രയും പേസ് ആയിട്ട് കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സ് തന്നെയായിരുന്നു. ഒരു മൊമെന്റ് ഒന്ന് ട്രാൻസിഷൻ ചെയ്തപ്പോൾ പേസിക്കാ പോകേണ്ടത് പേസിലേക്ക് ടെമ്പോ മാറ്റാനും അതേപോലെ ബോൾ കൺട്രോൾ ചെയ്ത് വെക്കാനാണ് രണ്ടിനും പറ്റിയ പ്ലേയേഴ്സാണ് മൊറോക്കോയ്ക്ക് ഉള്ളത്. ബ്രാഹിം ഡിയാസ് ആയാലും പിന്നെ മറ്റേ അയനോയി ആയാലും ഇദ്ദേഹമൊക്കെ ഒന്ന് സ്വിച്ച് ഇട്ടാൽ നേരെ അങ്ങനെ പോകാനും പറ്റും, അല്ല ബോൾ കൺട്രോൾ ചെയ്ത് വെക്കാനാണെങ്കിൽ അതും പറ്റും. അങ്ങനത്തെ ഒരു ടീമിനെയാണ് അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഹക്കീമിയുടെ കേസ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഹക്കീമിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാന കാരണം, നമ്മൾ മൊറോക്കോ ടീമിലൊരു പ്ലെയറിൻ്റെ പേര് റാൻഡമായിട്ട് ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം പറയുന്ന പേര് ഹക്കീമി എന്നായിരിക്കും. ഒരുപാട് പ്ലേയേഴ്സ് അതിനേക്കാളും ടാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കോൺട്രിബ്യൂട്ട് ചെയ്ത ഹക്കീം സിയച്ചിനെ പോലത്തെ പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. വന്നുപോയ സോഫിയ നമ്പർ ഭാഗത്തൊക്കെ ഒരു ടൈം യുണൈറ്റഡിലേക്ക് വരുമ്പോൾ ആളുകൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരുപാട് പേര്, യസീൻ ബോണോ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഹക്കീമിയുടെ പേര് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നു എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഹക്കീമിയുടെ ഒരു കരിയർ പാത്ത് നമ്മൾ ആലോചിക്കണം. ആൾ തുടങ്ങുന്നത് റയൽ മാഡ്രിഡിലാണ്, പിന്നീട് ജർമ്മൻ ലീഗിൽ ബൊറൂഷ്യയുടെ കൂടെ കളിക്കുന്നു, പിന്നെ ഇന്റർ മിലാൻ്റെ കൂടെ ഇറ്റാലിയൻ ലീഗിൽ കളിക്കുന്നു, അത് കഴിഞ്ഞ് PSG കൂടെ ഫ്രഞ്ച് ലീഗിൽ, അതായത് യൂറോപ്പിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ലീഗുകളിലും ആൾ പ്രധാനപ്പെട്ട ടീമുകളുടെ കൂടെ ആൾക്ക് കളിക്കാൻ പറ്റി ഫ്രം ദ വെരി യങ് ഏജ്. നമ്മൾ ഒന്ന് ബാക്കോട്ട് ചെയ്യുമ്പോൾ ആരൊക്കെ കൂടെ കളിച്ചു എന്ന് നോക്കണം. ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസിമ, ഗരത്ത് ബെയ്ല്, എംബാപ്പെ, നെയ്മർ, മെസ്സി തുടങ്ങി സോക്കോൾഡ് എല്ലാ ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ കൂടെയും എല്ലാ ജനറേഷൻ്റെ കൂടെയും കളിച്ചു. അല്ലെങ്കിൽ നമ്മൾ വിറ്റ്നസ് ചെയ്ത എല്ലാ ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ കൂടെയും പന്ത് തട്ടാൻ പറ്റിയ ഒരു ചുരുക്കം പ്ലേയേഴ്സിൽ ഒരാളായിരിക്കും ഹക്കീമി എന്നുള്ളത്. അതിനൊപ്പം ഡിഫൻസിലുണ്ടായിരുന്നത് ആ സമയത്ത് റയൽ മാഡ്രിഡിലുണ്ടായിരുന്നത് സെർജിയോ റാമോസ്, റാഫേൽ വരാൻ പോലത്തെ ആ ഒരു എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ആണ്. PSG വരുമ്പോൾ തിയാഗോ സിൽവ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്ലേയേഴ്സ് ഈ ഒരു ടീമിൻ്റെ ഒരു ഏറ്റവും ഒരു രസം അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് അതാണ്. അതായത് അയാൾ കളിച്ച പ്ലേയേഴ്സ്, കളിച്ച ടീമുകൾ, കളിച്ച കാലഘട്ടം ഒക്കെ അയാളുടെ ഒരു
പ്ലെയർ എന്ന നിലയ്ക്ക് അയാളുടെ ഒരു മെച്യൂരിറ്റി, ഫീൽഡിലെ മെച്യൂരിറ്റി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയും ഒരു പ്ലെയറിന് ഏറ്റവും അല്ലെങ്കിൽ ഒരു വിങ് ബാക്കിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒഫൻസീവിലും ഡിഫൻസിലും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹക്കീമിക്ക് അത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം അയാളുടെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും കാലങ്ങളായിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കഴിഞ്ഞൊരു വേൾഡ് കപ്പിൽ ഒരു 23 വയസ്സുകാരനായ ഹക്കീമിയാണ് ഏറ്റവും പ്രഷറുള്ള ആ ഒരു പെനാൽറ്റി സ്പെയിനെതിരെ എടുക്കുന്നത്. അതും സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആർക്കെതിരെയാണ്? ഉനായ് സൈമണിനെതിരെയാണ്. ഉനായ് സൈമൺ എന്ന് പറഞ്ഞാൽ പെനാൽറ്റി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്പാനിഷ് ഗോൾ കീപ്പറാണ്. ആൾക്കെതിരെ അത് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് മൊറോക്കോ അടുത്ത സ്റ്റേജിലേക്ക് അഡ്വാൻസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള. അപ്പം അത്തരത്തിലൊക്കെ ഈ ഹക്കീമിക്ക് കളിക്കാൻ പറ്റുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇയാൾ കാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇയാളുടെ ഒരു കരിയർ പാത്താണ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ മൊറോക്കോക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഹക്കീമി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഹക്കീമിക്ക് അറിയാം ഞാൻ എത്ര സ്പീഡിൽ തിരിച്ച് വരണം, ഞാൻ എത്ര സ്പീഡിൽ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ബോൾ ബ്രേക്ക് ആവും എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞ മത്സരത്തിൽ തൊട്ട് മുമ്പ് നടന്ന ഡിസ്കഷനിൽ നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും വലിയ ഫേസ് ഓഫുകളൊന്ന് വിനീഷ്യസ് വേഴ്സസ് ഹക്കീമി ആയിരിക്കും എന്നുള്ളത്. കാരണം നമുക്കറിയാം 2 പ്ലേയേഴ്സും ഈക്വലി ടാലൻറ്റഡ് ആണ്, 2 പ്ലേയേഴ്സും ഈക്വലി പേസ് ഉള്ളവരാണ്, 2 പ്ലേയേഴ്സും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്. പക്ഷേ ഒരു പൊടിക്ക്, ഞാൻ ഇപ്പോഴും പറയുന്നു വിനീഷ്യസ് നന്നായി കളിച്ചു എന്നുണ്ടെങ്കിലും ഒരു പൊടിക്ക് അഷ്റഫ് ഹക്കീമി ഈ ഒരു മത്സരത്തിൽ വിനീഷ്യസിനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ മൊറോക്കോ ഈ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്ത്, നമ്മൾ പറയാം ഡിഫൻസിൻ്റെ ഷേപ്പൊക്കെ അവർ നിലനിർത്തിയെന്നുണ്ടെങ്കിലും ഹക്കീമി ആ ഒരു വിങ്ങിൽ വിനീഷ്യസിനെ പിടിച്ചു നിർത്തി എന്നുള്ളതിൽ ഹക്കീമി സക്സസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞ ബ്രഹീം ഡിയാസ് നാഷണാലിറ്റി സ്വിച്ച് ചെയ്ത് പോയൊരു പ്ലെയറാണ്. നമുക്കറിയാം മൊറോക്കോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ടീംസിന് ബേസിക്കലി പണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. ആഫ്രിക്കൻ റൂട്ടുള്ള പ്ലെയേഴ്സ് പലപ്പോഴും യൂറോപ്പിലേക്ക് ചേക്കേറുകയും പിന്നീട് യൂറോപ്യൻ പ്ലെയേഴ്സായി മാറുന്നത് നമ്മൾ കണ്ടിട്ടാണ്. ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, പക്ഷേ ചുരുക്കം പ്ലെയേഴ്സാണ് യൂറോപ്യൻ റൂട്ട്സ് കട്ട് ചെയ്ത് ആഫ്രിക്കയിലെ ടീമുകളിലേക്ക് വന്ന് നന്നായി കളിക്കുന്നത്. ചുരുക്കം പ്ലേയേഴ്സ് ഉണ്ടാവാറുണ്ട്, മുമ്പ് ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ചുരുക്കം പ്ലേയേഴ്സാണ് ഈ പുതിയ ജനറേഷനിൽ ബേസിക്കലി വരാറുള്ളത്. ഇപ്പം നമ്മൾ അയ്യൂബിനെ പറഞ്ഞ പോലെ അയ്യൂബ് ഫ്രാൻസിൻ്റെ നാഷണാലിറ്റി വേണ്ടാന്ന് വെച്ച് മൊറോക്കോയിലേക്ക് ചേർന്നു. അതുപോലെ ഹക്കീമി നമുക്കറിയാം ബ്രഹീം ഡിയാസ് സ്പെയിനിൻ്റെ പൗരത്വം വേണ്ട എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, മൊറോക്കോയിലേക്ക് ചേക്കേറിയിട്ടുള്ള പ്ലെയറാണ്. അപ്പം സ്പെയിനിൽ ആളവിടെ നിന്നിരുന്നെങ്കിൽ ആൾക്കറിയാം ഒരിക്കലും ആ ഒരു ടീമിലെ ആ ഒരു ടാലൻസിൻ്റെ ഇടയിലേക്ക് ഒരു പക്ഷേ ഒരു സ്റ്റാർട്ടറായി മാറാൻ ബ്രഹീം ഡിയാസിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത്. ബുദ്ധിപൂർവ്വം കളിച്ചു. അപ്പോൾ അയാൾക്കറിയാം അയാൾക്ക് കറക്റ്റ് റൂട്ട്സ് ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നന്നായി കളിക്കാൻ പറ്റും. നമുക്കറിയാം കഴിഞ്ഞൊരു 2022 വേൾഡ് കപ്പിൽ മൊറോക്കോൻ സ്ക്വാഡ് നോക്കുമ്പം ഹക്കീം സിയച്ച് എന്നുള്ള പ്ലെയർ, അല്ലെങ്കിൽ മൊറോക്കോയുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഹക്കീം സിയച്ച് എന്നുള്ള പ്ലെയർ എടുത്തിരുന്ന റോളുണ്ട്. ഒരു റൈറ്റ് വിങ് ഫോർവേഡ് എന്നപ്പുറത്തേക്ക് ഒരു റൈറ്റ് വിങ്ങിലെ ഒരു ക്രിയേറ്റർ. മൊറോക്കോ എപ്പോഴും അങ്ങനെയാണ്, ഒരിക്കലും ഒരു വിങ്ങർ മാത്രമായിട്ടല്ല കളിക്കുക, ഒരു അറ്റാക്കർ മാത്രമായിട്ടല്ല, അവരൊക്കെ ഒരു ക്രിയേറ്റേഴ്സാണ്. അവരുടെ പൊസിഷനിൽ അവരെക്കാൾ നന്നായി കളിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയയിൽ ഒരു പൊസിഷൻ എന്ന് പറയുക ഒരു സ്പേസിൽ അവരെക്കാൾ നന്നായി കളിക്കാൻ മറ്റുള്ളവർ അനുവദിക്കാത്തൊരു ക്രിയേറ്റേഴ്സാണ്. അത്തരത്തിലൊരു ക്രിയേറ്ററായിരുന്നു ഹക്കീം സിയച്ച്. അതേപോലെ അതേ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പൊടി അധികം നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറായി മാറി ബ്രഹീം ഡിയാസ് എന്നുള്ളതാണ്. ഇപ്പം ലൂക്കാസ് പക്വേറ്റയ്ക്ക് എന്താണോ കാണിക്കാൻ പറ്റാതിരുന്നത് അത് ആ മിഡ്ഫീൽഡിൽ ബ്രഹീം ഡിയാസ് കാണിച്ചു. ആ കാണിച്ചതിൻ്റെ കൂടി വിജയമാണ് ബേസിക്കലി മൊറോക്കോ നേടിയത്. ഞാൻ വിജയം എന്ന് വീണ്ടും പറയുന്നതിന് കാരണം ബ്രസീലിനെ പോലത്തെ ഒരു ടീമിനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയത് മൊറോക്കോക്ക് ഒരു 100% വിജയത്തിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിജയം എന്നുള്ളൊരു ടേം ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പ്ലേയേഴ്സിനെയും കവർ ചെയ്തു. നമ്മൾ ഈ മൊറോക്കോൻ കോച്ച് യങ് പ്ലേയേഴ്സിനെ ട്രസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അൻസെലോട്ടി എൻട്രിക്കിനെ ഇറക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതെ, അത് നമ്മൾ പറഞ്ഞില്ല. എന്തുകൊണ്ട് നമ്മൾ ഒരു സബ്ബായിട്ടെങ്കിലും എൻട്രിക്കിനെ ആ ഒരു 70th മിനിറ്റിൽ നമ്മൾ ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവിടെ വന്നത് കുഞ്ഞെ വന്നു. എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നിരിക്കാം അൻസെലോട്ടിക്ക്. ബട്ട് എൻട്രിക്ക് വന്നിരുന്നെങ്കിൽ ആ ഒരു ഡിഫൻസിലേക്കൊരു പേസും ഒരു എക്സ്ട്രാ പേസും കൂടി ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊരു കാര്യം കൂടി എനിക്ക് പറയാം. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു മൊറോക്കോ ടീം എങ്ങനെ കളിക്കും എന്നുള്ളത് വെച്ചിട്ട് ഇഗർ തിയാഗോ തന്നെയായിരുന്നു ബെസ്റ്റ് ഒരു ഓപ്ഷനായിട്ടുണ്ടായിരുന്നത് എൻട്രിക്കിനെ ഇറക്കുന്നതിനെക്കാട്ടിലും. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് എൻട്രിക്കിനെ പരീക്ഷിച്ച് നോക്കാമായിരുന്നു. അറിയില്ല, അൻസെലോട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. ഫസീഹിന് എന്തെങ്കിലും ഇതിനെക്കുറിച്ച്? എൻട്രിക്ക് നമുക്കറിയാം, എൻട്രിക്ക് റയൽ മാഡ്രിഡിൽ ക്ലിക്ക് ആവുന്നത്, റയൽ മാഡ്രിഡിൽ എൻട്രിക്കിന് 2 കാലം ഉണ്ടായിരുന്നു. അതായത് എൻട്രിക്ക് എന്നുള്ള പ്ലെയറിൻ്റെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു, ഒരു മോശം കാലം ഉണ്ടായിരുന്നു. നമുക്കറിയാം വിനീഷ്യസിനെ പോലെ തന്നെ ആ നല്ല കാലം അത് ഉണ്ടായത് അൻസെലോട്ടിക്ക് കീഴിൽ തന്നെയാണ് എൻട്രിക്കിൻ്റെ. അത് എൻട്രിക്ക് എന്ന പ്ലെയറിനെ ബ്രസീലിൽ നിന്ന് റയൽ പിക്ക് ചെയ്യുമ്പോൾ ആളുകൾക്കറിയാം അതൊരു ബ്രസീലിയൻ ടാലൻറ്റ് റയൽ മാഡ്രിഡിലേക്ക് പോകുന്നു. ചിലപ്പം നന്നാവും, ചിലപ്പം ഫ്ലോപ്പ് ആവും.
അപ്പോൾ അങ്ങനെ ഇരുന്നൊരു പ്ലെയറിനെ ഒരു നല്ലൊരു സ്ട്രൈക്കറാണ്, നല്ലൊരു പൊട്ടൻഷ്യലുള്ള പ്ലെയർ ആണെന്ന് തോന്നിപ്പിച്ചത്, യൂറോപ്പിനെ കൊണ്ട് തോന്നിപ്പിച്ചത് ബേസിക്കലി അൻസ്ലോട്ടി ആയിരുന്നു. അൻസ്ലോട്ടി അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയേഴ്സിൽ ഒരാളാണ് എൻട്രിക്ക്. അതുകൊണ്ട് തന്നെ എൻട്രിക്കിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് മാത്രം വിലയിരുത്തി, ആൾ ലോണിൽ പോയപ്പോൾ ആ ഒരു സ്പെല്ല് മാത്രം വിലയിരുത്തിക്കൊണ്ട് എൻട്രിക്കിനെ സ്ക്വാഡിലേക്ക് പരിഗണിക്കുന്നത്. മത്യാസ് കുഞ്ഞ അവിടെ ഉണ്ട്, ഇഗോർ തിയാഗോ പോലത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിട്ടും ഒരു ബാക്കപ്പ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ എപ്പോഴും നമുക്കറിയാം സ്റ്റാർട്ടർ ആയിരിക്കില്ല എൻട്രിക്ക് എന്നുള്ള എൻട്രിക്കിനും കൃത്യമായ ഒരു അറിവുണ്ട്, അൻസ്ലോട്ടിക്കും അറിയാം ഒരു സ്റ്റാർട്ടറാക്കി ഇറക്കാനല്ല ഞാൻ കൊണ്ടുവരുന്നത്, ഒരു ഇമ്പാക്റ്റ് സബ് എന്നുള്ളത്. പക്ഷേ എൻട്രിക്കിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രിക്കിൻ്റെ കളി കണ്ടിട്ടുള്ളത്, റീസെൻ്റ് കളി കണ്ടിട്ടുള്ളത് ലീഗ് വണ്ണിലുള്ള ടീമുകൾക്കെതിരെയാണ്. ലീഗ് വണ്ണിൽ കുറച്ചുകൂടി സോളിഡായിട്ട് പക്ക ബാക്ക് ഡിഫെൻസീവ് ഓറിയൻറ്റഡ് ടീമുകൾക്കെതിരെ എൻട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല. എൻട്രിക്ക് കുറച്ച് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ പവർഫുള്ളായിട്ട് ഷോട്ട് എടുക്കുന്ന ഒരു ബോക്സിനുള്ളിൽ അയാൾക്ക് കുറച്ച് സ്പേസ് വേണം. ചെറിയ ടൈറ്റ് സ്പേസുകളിൽ വിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യുന്നതിൽ എൻട്രിക്ക് പലപ്പോഴും ഫെയിലർ. അത് ലലീഗയിലായാലും റയൽ മാഡ്രിഡിൻ്റെ കൂടെ ആയാലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കുറച്ച് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രിക്ക് ഈസ് ഓക്കെ. പക്ഷെ അത്തരത്തിലൊരു സ്പേസ് ഇന്നത്തെ മത്സരത്തിൽ ബേസിക്കലി മൊറോക്കോ നൽകിയിട്ടില്ല, ബ്രസീലിൽ ഒരു പ്ലെയറിനും നൽകിയിട്ടില്ല. പക്ഷേ മത്യാസ് കുഞ്ഞ് നേരെ തിരിച്ചാ, ചെറിയ സ്പേസുകളെ യൂട്ടിലൈസ് ചെയ്ത് ആ സ്പേസ് വലുതാക്കി എടുക്കാൻ നല്ല ടാലന്റ് ഉള്ള പ്ലെയറാണ്. ആളൊരു ക്രിയേറ്റർ കൂടിയാണ്. നമ്മൾ ക്രിയേറ്റർ ആണ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റർ കൂടിയാണെന്നാണ് പറയുന്നത്. കാരണം ആൾ ക്രിയേറ്ററുമാണ്, ഒരു സ്ട്രൈക്കറുമായിട്ട് കളിക്കാൻ പറ്റുന്ന, രണ്ട് പൊസിഷനിലും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയറാണ് ബേസിക്കലി ഈ മൊറോക്കൻ ഡിഫൻസിനെ അല്ലെങ്കിൽ മൊറോക്കൻ ടൈറ്റ് പാക്കിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക. എൻട്രിക്ക് ബേസിക്കലി ഒരു ഫിനിഷർ പോലെ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബ്രില്യൻ്റ് ആകാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പം എൻട്രിക്കിനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാത്തതല്ല ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എൻട്രിക്കിൻ്റെ മേലെ ഏറ്റവും ട്രസ്റ്റുള്ള പരിശീലകരുള്ളതാണ് അൻസലോട്ടി. പക്ഷേ അൻസലോട്ടിക്ക് അറിയാം എൻട്രിക്കിനെ എവിടെ ഉപയോഗപ്പെടുത്തണം, ഏത് ഡിഫൻസിനെതിരെ ഉപയോഗപ്പെടുത്തണം. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത മത്സരം ഹെയ്ത്തിക്കെതിരെയാണ് ബ്രസീലിന്. ഹെയ്ത്തിയുടെ ഡിഫൻസ് നമ്മൾ കഴിഞ്ഞ മത്സരം സ്കോട്ട്ലാൻഡായിട്ടുള്ള മത്സരം ഇപ്പോൾ ഹെയ്ത്തി നന്നായി കളിച്ചു, പക്ഷേ ഹെയ്ത്തിക്ക് പലപ്പോഴും ബോക്സിൽ കുറച്ച് സ്പേസ് കിട്ടാറുണ്ട്. ഹെയ്ത്തി ഡിഫൻസിന് ആ ബോക്സ് ടൈറ്റ് പാക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം. ആ മത്സരത്തിൽ ഒരു പക്ഷേ എൻട്രിക്കിനെ പരീക്ഷിച്ചേക്കാം. പിന്നെ ഓൾറെഡി അറിയാം കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അൻസലോട്ടി ആ വേൾഡ് കപ്പിൽ ആ പ്ലെയർ അല്ലെങ്കിൽ ആ പ്ലെയേഴ്സിൻ്റെ പഴയ ഭൂതകാലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊറോക്കോയുടെ ഡിഫൻസ് നല്ല സോളിഡ് ആണെന്നും അവർക്കെതിരെ ഏരിയൽ ബോളുകളായിരിക്കും സക്സസ്ഫുൾ ആവുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ആ ഏരിയൽ ബോളുകൾ എൻട്രിക്കിനെക്കാളും നന്നായി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്ലെയേഴ്സ്, ഒന്ന് ഇഗോർ തിയാഗോയാണ്, ഒന്ന് കുഞ്ഞയാണ്. അതുകൊണ്ട് ഇഗോർ തിയാഗോ സ്റ്റാർട്ട് ചെയ്യും, കുഞ്ഞെ ബെഞ്ചിൽ നിന്ന് വരികയും ചെയ്തു. അപ്പോൾ എൻട്രിക്കിന് ഒരു പക്ഷേ ഹെയ്ത്തിക്കെതിരെ പരീക്ഷിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. സ്കോട്ട്ലാൻഡിനെതിരെയും അവസരം കിട്ടിയേക്കാം. പക്ഷെ അത് ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു സമയത്തെ പെർഫോമൻസ് കൂടി ജഡ്ജ് ചെയ്തിട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മൊറോക്കൻ ടാക്ടിക് അവരുടെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്കും ഫീൽ ചെയ്തത് ഇത് തന്നെയായിരുന്നു. ഇഗോർ തിയാഗോനെ പോലത്തെ ഒരു പ്ലെയർ ആവും, അല്ലെങ്കിൽ മത്യാസ് കുഞ്ഞ് ഒരു ക്രിയേറ്റർ. കാരണം സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ എൻട്രിക്കിനെ പോലത്തെ ഒരു പ്ലെയറിന് മേ ബി ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഫസീ പറഞ്ഞോട് ഞാൻ ആബ്സല്യൂട്ട്ലി യോജിക്കുന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഇപ്പം ഞാൻ ഫസ്റ്റ് പറയാം, ഇന്നലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരം ഫീൽഡിൽ ആരായിരിക്കും? ഫസ്റ്റ് ഞാൻ പറയാം, കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും അത് പറയും. അയ്യൂബ്, ഞാൻ പറയാൻ പോകുന്ന പ്ലെയർ അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ ബൗദിനെ ഒന്ന് ആ സ്പേസിൽ നിന്ന് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ സെൻട്രൽ പെനിട്രേഷൻ ബ്രസീലിന് പോസിബിൾ ആവുമായിരുന്നു. അത് അവിടെ എന്തുകൊണ്ട് ബ്രസീൽ അല്ലെങ്കിൽ എന്ത് ബ്രസീൽ ചെയ്യണമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എനിക്ക് തോന്നുന്നു ആ ഒരു സെൻട്രൽ സ്പേസിൽ അവരെ ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി, അത് ബൗദി അവിടെ ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഈ പറയുന്ന പോലെ ഒന്നും മേ ബി പോസിബിൾ ആവില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ബൗദിയാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും ബൗദി എടുത്തോണ്ട് ഞാൻ മസറോയ്ക്ക് പോകുന്നു. മസറോയി എന്താണോ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന റോള്, യെസ്, അദ്ദേഹത്തിന് കൊടുത്ത റോള് കൃത്യമായി അദ്ദേഹം പാലിച്ചു, അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. ഞാൻ പറയുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ രണ്ട് പ്ലെയേഴ്സും നന്നായി കളിച്ചു. നമുക്കറിയാം മൊറോക്കോ നന്നായി കളിച്ചു എന്നൊക്കെയുള്ള ശരി, വിനീഷ്യസ് ആണ് മാൻ ഓഫ് ദി മാച്ച് ചെയ്തത്. പക്ഷേ അതിലപ്പുറത്തേക്ക് ഞാൻ ഏറ്റവും ഇന്നലത്തെ മത്സരത്തിൽ എനിക്ക് ഹാപ്പിയായി ഞാൻ കണ്ടൊരു പ്ലെയർ ഫെബീനിയോ ആണ്. കാരണം സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്ന് വളരെ ചുരുക്കം സമയമാണ് ഫെബീനിയോ കളിച്ചതെന്നുള്ള അറിയാം. പക്ഷേ ഫെബീനിയോയുടെ പ്രൈമിൽ പോലുമല്ല. ഫെബീനിയോയുടെ ഏറ്റവും അവസാന കാലഘട്ടത്തിലാണ്, ഫുട്ബോളിങ്ങിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ പറയും ഒരു വ്യാവേട്ട കാലം കഴിയാറായി, അയാളുടെ ഒരു കരിയറിൻ്റെ എൻഡ് സമയത്താണ്. അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അയാൾ സൗദി ലീഗിൽ കളിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ മാറ്റി പറയുന്നു. കാരണം കഴിഞ്ഞ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞത് ഫെബീനിയോയുടെ നിഴൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളതെന്ന്. പക്ഷേ ഞാൻ ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ പറയുന്നു ഫെബീനിയോ അയാൾക്ക് കൊടുത്ത ഡ്യൂട്ടിയിൽ നിഴൽ പോലെ മറ്റൊരു പ്ലെയറിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഫെബീനിയോ അവസാന മിനിറ്റുകളിൽ കളിച്ച ആ ഒരു ബ്രില്യൻസ് അല്ലെങ്കിൽ അയാളുടെ കാഴ്ച വെച്ച ആ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്രസീലിന് ഈ പറഞ്ഞ ഒരു പോയിന്റ് പോലും ലഭിക്കില്ലായിരുന്നു. കാരണം ഫെബീനിയോ ഇറങ്ങിയ മിനിറ്റ് മുതൽക്ക് ആ മിഡ്ഫീൽഡിലെ മാറ്റം നമുക്ക് കാണാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്,
കസമീറോയും ബ്രൂണോ ഗുമേറസും പോയി കഴിഞ്ഞാൽ ബ്രസീലിന്റെ മിഡ്ഫീൽഡ് ആരായിരിക്കുന്നു? നമ്മൾ എഡേഴ്സന്റെ പേരാണ് പറഞ്ഞത്. എഡേഴ്സൺ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന പ്ലെയറാണ്. പക്ഷേ ആൻസലോട്ടി എന്തുകൊണ്ട് ഫെബീനിയോ പിക്ക് ചെയ്തു ഫ്രം സൗദി? എന്തുകൊണ്ട് സൗദിയിൽ നിന്ന് ഒരാളെ കൊണ്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഫെബീനിയോ കാഴ്ചവെച്ചത്. ആ തന്ന സമയം എന്താണോ തനിക്ക് തന്ന ഡ്യൂട്ടി അത് കൃത്യമായി വ്യക്തമായി അയാൾ ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ഈ കളി മൊറോക്കോ ആയിരുന്നു ഒന്നുകൂടി നന്നായി കളിച്ചത് എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഫെബീനിയോയുടെ പ്രകടനമാണ് ബേസിക്കലി ഞാൻ ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ട ഒരു കളി. അത് നമ്മൾ തുടക്കം മുതലേ പറയുന്നൊരു കാര്യമാണ്. ക്ലബ് പെർഫോമൻസ് വെച്ചിട്ട് ഒരിക്കലും രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം രാജ്യമാണ് ഇപ്പോൾ നമുക്കൊക്കെ ഇന്ത്യക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ആവേശം അല്ലെങ്കിൽ എത്രത്തോളം അതിനു വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് അറിയാം. അപ്പോൾ രാജ്യത്തിൻ്റെ കളി വേറെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരുപാട് എക്സാമ്പിൾസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ റീസെൻറ്റ് വേൾഡ് കപ്പ് മാച്ചസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഏകദേശം കവർ ചെയ്തു. ഒരു ബിഗ് മാച്ചായിരുന്നു, കാണാൻ ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇനിയും ബിഗ് മാച്ചസ് വരുന്നുണ്ട്. ആൻഡ് ഇന്ന് വരുന്ന ഒരു മാച്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജർമ്മനി വേഴ്സസ് കുറോസാവോ, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷനിലുണ്ടാവും. അപ്പോൾ ഇന്നത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു വൈൻഡപ്പ് ആയിരിക്കും.